പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ രാജ്യത്തിലെ ഒരു പ്രതിരോധ വിശേഷത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് കേട്ടോ. ഇന്ത്യ ശത്രു രാജ്യങ്ങളുടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളെ പോലും തടയാൻ ശേഷിയുള്ള അത്യാധുനിക ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സംവിധാനത്തിന്റെ രണ്ടാം ഘട്ട പരീക്ഷണങ്ങൾ വളരെ വിജയകരമായി പൂർത്തിയാക്കിയതായി പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDO അറിയിച്ചിരിക്കുകയാണ്. ഇതോടെ അമേരിക്ക, റഷ്യ, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളുടെ നിരയിലേക്ക് നമ്മുടെ രാജ്യം ഇന്ത്യ കൂടുതൽ അടുത്തിരിക്കുകയാണ്. ഹൈ-ഫൈ പരിശോധിക്കുന്നു. ഇനി എലൈറ്റ് പ്രതിരോധം. അങ്ങനെ പറഞ്ഞതുപോലെ പ്രതിരോധ രംഗത്ത് നമ്മൾ അതിനിർണായകമായ ഒരു ചുവടുകൂടി വെച്ചിരിക്കുകയാണ്. ഒന്നുകൂടി അടുത്തിരിക്കുന്നു. ആദ്യം എന്താണ് ഈ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് BMD? അത് എന്താണ് എന്നതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശത്രു രാജ്യങ്ങൾ വിക്ഷേപിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് അതിനെ കണ്ടെത്തി പിന്തുടർന്ന് ആകാശത്ത് വച്ച് നശിപ്പിക്കുന്ന ഒരു പ്രതിരോധ സംവിധാനം. ഇതിനെയാണ് നമ്മൾ ഒരു ചുരുക്കപ്പേരിൽ BMD, ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒരു ബാലിസ്റ്റിക് മിസൈലിന്റെ യാത്ര എങ്ങനെയാണ് എന്ന് നമ്മൾ പരിശോധിച്ചാൽ, സാധാരണയായിട്ട് ഒരു ബാലിസ്റ്റിക് മിസൈലിന് 3 ഘട്ടങ്ങളാണ് ഉള്ളത്. ഇതിൽ ഒന്നാമത്തെ ഘട്ടം, അതിനെ ബൂസ്റ്റ് ഫേസ് എന്നാണ് പറയുന്നത്. ബൂസ്റ്റ് ഫേസിൽ നടക്കുന്നത് വിക്ഷേപണത്തിന് തൊട്ട് പിന്നാലെയുള്ള ഒരു ഘട്ടത്തിനെയാണ് ബൂസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. ബൂസ്റ്റ് ഫേസിൽ നിന്നും ആ മിസൈൽ പോകുന്നത് മിഡ് കോഴ്സ് ഫേസിലേക്കാണ് പോകുന്നത്. അതായത് ബഹിരാകാശത്തിലൂടെ ഈ മിസൈല് സഞ്ചരിക്കും. ആ സഞ്ചരിക്കുന്ന ഘട്ടത്തെയാണ് മിഡ് കോഴ്സ് ഫേസ് എന്ന് പറയുന്നത്. പിന്നുള്ളത് ടെർമിനൽ ഫേസ് ആണ്. ടെർമിനൽ ഫേസിൽ വരുന്നത് ലക്ഷ്യത്തിലേക്ക് പതിക്കുന്ന അവസാനത്തെ ഘട്ടം, അതാണ് ടെർമിനൽ ഫേസ്. ഇതാണ് ഒരു ബാലിസ്റ്റിക് മിസൈലിന്റെ യാത്ര. നമ്മൾ പരിശോധിച്ചാൽ BMD സംവിധാനം റഡാറുകളും ഇന്റർസെപ്റ്റർ മിസൈലുകളും ഉപയോഗിച്ച് ഈ ഘട്ടത്തിൽ ഏതെങ്കിലും ഒന്നിൽ മിസൈലിനെ തകർത്തിരിക്കും എന്നുള്ളതാണ്. ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധ പദ്ധതിയുടെ ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ആ ചരിത്രം പറഞ്ഞാൽ, കാർഗിൽ വാർ ആണ് ഇതിനെല്ലാത്തിനും തുടക്കമാകുന്നത്. കാർഗിൽ വാറിന് ശേഷം 1999 കാർഗിൽ യുദ്ധം കഴിഞ്ഞ് ഇന്ത്യയുടെ സുരക്ഷാ ചിന്തകളിൽ വലിയ മാറ്റങ്ങൾ വന്നിരുന്നു. പാകിസ്ഥാനും ചൈനയും ബാലിസ്റ്റിക് മിസൈൽ ശേഷി വർദ്ധിപ്പിച്ചതോടെ ഇന്ത്യ സ്വന്തമായിട്ടൊരു മിസൈൽ പ്രതിരോധ കവചം വികസിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. 2000 ആണ്ടിന്റെ തുടക്കത്തിലാണ് DRDO BMD പദ്ധതിക്ക് തുടക്കമിടുന്നത്. ഈ BMD പദ്ധതിക്ക് നമ്മൾ പറഞ്ഞു ഇതിനൊരു 3-4 ഫേസുകൾ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. ഈ ഫേസ് ഓരോന്നും നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. ഇതിന്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ഫേസ് 1 ആണ്. ഇപ്പോൾ നമ്മൾ ഫേസ് 2 ആണ് വളരെ വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നത്. ഇതിന്റെ ഫേസ് 1 എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഫേസ് 1-ല് ഇന്ത്യ 2000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളെ തടയാനുള്ള ഒരു സംവിധാനമായിരുന്നു വികസിപ്പിച്ചിരുന്നത്. ഈ ആദ്യ ഘട്ടത്തിൽ പ്രധാനപ്പെട്ട ഇന്റർസെപ്റ്ററുകൾ, അതായത് ഒന്ന് പൃഥ്വി എയർ ഡിഫൻസ് ആണ്, മറ്റൊന്ന് അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് ആണ്. ഇത് രണ്ടും ഉപയോഗിച്ച് അന്തരീക്ഷത്തിന് പുറത്തും, അതായത് എക്സോ അറ്റ്മോസ്ഫിയറിലും അതേപോലെ എൻഡോ അറ്റ്മോസ്ഫിയറിലും, അതായത് അന്തരീക്ഷത്തിന് അകത്തും പുറത്തും മിസൈലുകളെ തകർക്കാൻ നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞു, ഇന്ത്യക്ക് കഴിഞ്ഞു. 2006 മുതൽ നിരവധി വിജയകരമായ പരീക്ഷണങ്ങളും ഈ ഫേസ് 1-ൽ നടക്കുകയുണ്ടായി. ഇനി ഫേസ് 2-ലേക്ക് വരികയാണെങ്കിൽ, ഇന്ത്യയുടെ BMD പദ്ധതിയിലെ ഏറ്റവും നിർണായകമായ ഘട്ടമാണ് ഈ ഫേസ് 2 എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം ഇത് ഒരു 5000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ IRBM, ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ. ഇതും ചില സാഹചര്യങ്ങളിൽ ICBM, ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ വിഭാഗങ്ങളിലെ ഭീഷണികളെ തടയാൻ ഈ ഫേസ് 2 ലക്ഷ്യമിടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രാജ്യത്തെ സംബന്ധിച്ചും പ്രതിരോധ മേഖലയെ സംബന്ധിച്ചും ഏറെ നിർണായകമാണ് ഈ BMD-യിലെ ഫേസ് 2 എന്ന് പറയുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട ആയുധങ്ങൾ ഒന്ന് AD-1 മറ്റൊന്ന് AD-2 ആണ്. ഇത് രണ്ടും അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ ഉയർന്ന ഉയരത്തിൽ വച്ചു തന്നെ തകർക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നവയാണ്. AD-1-ന്റെ പരീക്ഷണങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ 2022 നവംബർ മാസത്തിലാണ് ആദ്യ പരീക്ഷണം വളരെ വിജയകരമായി നടക്കുന്നത്.
AD-1 ബന്ധപ്പെട്ട് 2023-2024 കാലഘട്ടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ പരീക്ഷണങ്ങളും വിജയകരമായി തന്നെ രാജ്യം പൂർത്തിയാക്കി. AD-1 മിസൈൽ 2 ഘട്ടങ്ങളുള്ള സോളിഡ് ഫ്യൂവൽ ഇന്റർസെപ്റ്റർ ആണ്. ശത്രു മിസൈലിനെ ട്രാക്ക് ചെയ്ത് ഹിറ്റ് ടു കിൽ എന്ന രീതിയിൽ സമീപ സ്ഫോടനങ്ങളോ അതല്ലെങ്കിൽ മറ്റു രീതിയിലോ നശിപ്പിക്കാൻ കഴിയും. അതാണ് AD-1 ഈ തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇനി AD-2 നമ്മൾ പോവുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ AD-1 പറഞ്ഞതുപോലെ AD-1 എന്ന് വെച്ചാൽ അത് ഹിറ്റ് ടു കിൽ എന്ന രീതിയിലാണ് അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ, AD-2 ഡിസൈൻ ചെയ്തിരിക്കുന്നത് AD-2 പറയുന്നത് തന്നെ ഇന്ത്യയുടെ ICBM കില്ലർ എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ ഇന്റർസെപ്റ്റർ മിസൈലായി കണക്കാക്കപ്പെടുന്നത് ഈ AD-2 ആണ്. ഇതിന്റെ പ്രത്യേകതകൾ ICBM വിഭാഗത്തിലുള്ള അതിവേഗ ലക്ഷ്യങ്ങളെ നേരിടാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ്. ICBM എന്ന് പറഞ്ഞാൽ അറിയാം, ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ. ഇതിനെയൊക്കെ വളരെ വേഗത്തിൽ ഹിറ്റ് ചെയ്യാൻ ലക്ഷ്യമിട്ടുകൊണ്ട് നിർമ്മിച്ചതാണ് AD-2 എന്ന് പറയുന്നത്. ഹൈപ്പർസോണിക് വേഗതയിലും AD-2 സഞ്ചരിക്കാൻ കഴിയുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രത്യേകത. അന്തരീക്ഷത്തിലേക്ക് പുറത്തോ അല്ലെങ്കിൽ അതിർത്തിയിലോ വെച്ച് ലക്ഷ്യം തകർക്കാനും ഇവയ്ക്ക് കഴിയും. അതേപോലെ തന്നെ ആധുനിക റഡാർ സെൻസർ ശൃംഖലകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നുണ്ട് ഇതും ഇതിന്റെ പ്രത്യേകതയാണ്. മാത്രമല്ല AD-2 അത് പൂർണ്ണമായും പ്രവർത്തനക്ഷമമായാൽ ഇന്ത്യയുടെ തന്ത്രപ്രധാന നഗരങ്ങൾക്കും ആണവ സൗകര്യങ്ങൾക്കും കൂടുതൽ സുരക്ഷ ലഭിക്കുകയും ചെയ്യും. നമ്മുടെ ലോകത്ത് ആർക്കൊക്കെയാണ് ഇത്തരം സംവിധാനങ്ങൾ കൈവശം ഉള്ളത് എന്ന് പരിശോധിച്ചാൽ ഓഫ് കോഴ്സ് അതിൽ ആദ്യത്തെ പേര് അമേരിക്ക എന്ന് തന്നെയാണ്. അമേരിക്കയുണ്ട്, റഷ്യയുണ്ട്, ഇസ്രായേലുണ്ട്, ചൈനയുണ്ട്. ഇപ്പം അമേരിക്കയുടെ കയ്യിലുള്ളത് US-ന്റെ ഗ്രൗണ്ട് ബേസ്ഡ് മിഡ് കോസ്റ്റ് ഡിഫൻസ് സിസ്റ്റം, GMD എന്ന് അതിനെ പറയാ, ഗ്രൗണ്ട് ബേസ്ഡ് മിഡ് കോസ്റ്റ് ഡിഫൻസ്. ഈ സംവിധാനത്തെ തടയാൻ ICBM രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. റഷ്യ ആണെങ്കിൽ റഷ്യയുടെ A-135, A-235 മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ മോസ്കോയെ സംരക്ഷിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ കൈവശമുള്ളത് ഇസ്രായേലിന്റെ ആരോ മിസൈൽ ഡിഫൻസ് സിസ്റ്റമാണ്. അത് ബാലിസ്റ്റിക് മിസൈലുകളെ നേരിടുന്നു. ചൈനയുടെ ഭാഗത്ത് ചൈനയും ഒരുപാട് മിഡ് കോസ്റ്റ് ഇന്റർസെപ്ഷൻ പരീക്ഷണങ്ങൾ നടത്തി വരികയാണ്. ഇന്ത്യക്ക് ഇതിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട്? ഇപ്പോഴത്തെ ഈ ഒരു ഫേസ് 2 വിജയം അത് ഇന്ത്യയെ സംബന്ധിച്ച് എത്രത്തോളം നിർണായകമാണ് എന്ന് പരിശോധിച്ചാൽ, നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പാകിസ്ഥാൻ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാകിസ്ഥാന്റെ ഷാർജൻ അതേപോലെ തന്നെ ഗഹൗരി ഇങ്ങനെയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾക്കെതിരെ അധിക പ്രതിരോധം തീർക്കാൻ നമുക്ക് ഇതുകൊണ്ട് സാധിക്കും. അതേപോലെ ചൈനയുടെ DF ശ്രേണിയിലെ ദീർഘദൂര മിസൈലുകൾ ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാനും ഇത് സഹായിക്കും. ആണവ പ്രതിരോധത്തിന്റെ കാര്യം കൂടി നമ്മൾ പറഞ്ഞു പോകണം. ഫസ്റ്റ് സ്ട്രൈക്ക് ആക്രമണത്തിന്റെ ആഘാതം കുറയ്ക്കുകയും ഇന്ത്യയുടെ ന്യൂക്ലിയർ ഡിറ്ററൻസ് ശക്തിപ്പെടുത്തുകയും ചെയ്യും. കാർഗിൽ യുദ്ധത്തിന് പിന്നാലെ തുടങ്ങിയ ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ യാത്ര ഇപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളെ പോലും ആകാശത്ത് വെച്ച് തകർക്കാൻ ശേഷിയുള്ള ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫേസ് 2 പരീക്ഷണങ്ങളുടെ വിജയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ആകാശ പ്രതിരോധ ശേഷിയിൽ ഒരു നാഴികക്കല്ലായി വിലയിരുത്തപ്പെടുകയുമാണ്.